ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് സുധാകരേട്ടൻ കേട്ടോ. ഇദ്ദേഹം ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ആയതാണ്. 74 വയസ്സായിരുന്നു. എൻ്റെ ഫ്രണ്ട് ശ്രീനേൻ്റെ അച്ഛനാണ്. ശ്രീനേൻ്റെ ഹൗസ് ഫാമിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം കാണാത്തവർ ഒന്ന് പോയി കാണുക. മരിക്കുന്നതിന് മുന്നേ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് അദ്ദേഹം ശരീരം വിട്ടത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് അദ്ദേഹം എഴുതി വെച്ചു. മരണശേഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി നൽകാമെന്ന്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഒരാൾ ശരീരം കൊടുത്തു എന്ന് കേൾക്കുന്നത് നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. എല്ലാ അനീതിക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരാളായിരുന്നു. അയാളുടെ ഭൗതിക ശരീരം അയാൾ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് പഠിക്കാനായി വിട്ടുകൊടുത്തു എന്നുള്ളത് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുത്തറിയുന്ന ഒരാളത് ശ്രീനേൻ്റെ അച്ഛൻ്റെയാണ് കേട്ടോ കേൾക്കുന്നത്. എല്ലാ ബോഡികളൊന്നും മെഡിക്കൽ കോളേജ് ഇങ്ങനെ പഠനാവശ്യത്തിന് എടുക്കില്ല കേട്ടോ. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ബോഡികളെ അവരെടുക്കുള്ളൂ. നമ്മളതിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരൊന്നും ഈ ബോഡി ഇങ്ങനെ പഠിക്കാനായിട്ട് കൊടുക്കില്ല. പക്ഷെ ഇങ്ങനെ കൊടുത്തത് കൊണ്ടല്ലേ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പണ്ട് കുരങ്ങൻ്റെ ശരീരത്തിൽ പരീക്ഷിച്ചിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും അറിഞ്ഞിരുന്നതെന്ന്. അപ്പോൾ അതൊന്നും കുരങ്ങൻ്റെ ശരീരം നമ്മളെ ശരീരമൊക്കെ എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോഡി കൊടുക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഓരോ പുതിയ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് തന്നെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് ഈ HOD പറയുന്ന വാക്കുകൾ കേൾക്കാം കേട്ടോ. വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായിട്ട് ദാനം ചെയ്യാൻ സമ്മതമാണെന്ന് മക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റഡ് ആയിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് പലപ്പോഴായിട്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അയാൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വളരെ പുണ്യപ്രവൃത്തി, വളരെ മഹത്തായ കർമ്മമാണല്ലോ മരണാനന്തരം മറ്റ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാകുക എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു കർമ്മം ചെയ്ത അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിൻ്റെ പേരിലും ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു സാക്ഷ്യപത്രം നന്ദിസൂചകമായിട്ട് നൽകുന്നുണ്ട്. ആ സാക്ഷ്യപത്രം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകനും അടുത്ത ബന്ധുവിനും. ഇത് ശ്രീനേൻ്റെ അനുജനും അച്ഛൻ്റെ അനിയനും വല്യച്ഛൻ്റെ മകനും ഒക്കെയാണ് കേട്ടോ ഈ സമ്മതപത്രം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.